പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 16-ാം വാക്യം മനോഹരമായ ഒരു വാക്കാണ്. അതിങ്ങനെയാണ് വചനം: യേശുക്രിസ്തുവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവർ ആരുണ്ട്? പൗലോസ് ലീഹ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്: ഞങ്ങളാകട്ടെ അവിടുത്തെ മനസ്സ് അറിയുന്നു. ഈശോയെ അറിഞ്ഞ് പഠിപ്പിക്കാൻ, ഈശോയെ അറിഞ്ഞ് പ്രഘോഷിക്കാൻ, ഈശോ ഏകരക്ഷകനാണ്, എൻ്റെ ദൈവമാണ് എന്ന സത്യം അറിഞ്ഞ് പ്രഘോഷിക്കണമെങ്കിൽ ഈശോയുമായുള്ള ഒരു വ്യക്തിപരമായ ആഴത്തിലുള്ള ഒരു ബന്ധം വചനപ്രഘോഷകന് വേണം. വചനം കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടതാണ് യേശു ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിബന്ധം. തിമോത്തിയോട് പൗലോസ് ലീഹ ഉപദേശം പോലെ പറയുന്നുണ്ട്: സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുന്ന ഒരു അർഹതയുള്ള വേലക്കാരനെ പോലെ ആവാനായിട്ട് ഉത്സാഹിക്കുക. അപ്പോൾ ഈശോയുമായുള്ള ഒരു അഭേദ്യമായ ആഴത്തിലുള്ള ബന്ധം. രണ്ടാമത്, ഈശോയുമായുള്ള ബന്ധം എൻ്റെ ആഴത്തിലേക്ക് വരുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഡിറ്റാച്ച്ഡ് ആവും, അതിൽ നിന്ന് മാറ്റപ്പെടും. ഈ ഒരു പ്രോസസ്സും കൂടി നടന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യം പതുക്കെ ഡീവിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ വചനപ്രഘോഷകർക്കും വേണ്ട ഒരു കാര്യമാണ് ലോകത്തിൻ്റെ കുറേ കാര്യങ്ങളിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ വളരെ മനോഹരമായൊരു വചനമുണ്ട്: ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൻ്റെ ഫലമായി നിത്യജീവൻ കൊയ്യും. അതിന് മുമ്പുള്ള വചനം ഇതാണ്: ദൈവത്തെ കബളിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ലക്ഷ്യം എന്നതൊരു വലിയ കാര്യമാണ്. മാക്സിമം എല്ലാ ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള ഡിറ്റാച്ച്മെൻറ്റ് ആവശ്യമാണ്. വീണ്ടും ഒരു വചനപ്രഘോഷകന് വേണ്ട മറ്റൊരു ഗുണമാണ് സഭയോടുള്ള സ്നേഹം. കാരണം സഭയാണ് വിശ്വാസം നമുക്ക് നൽകുന്നത്, ഈ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്നത്, ആഴപ്പെടുത്തുന്നത്. അപ്പോൾ സഭയോടുള്ളൊരു സ്നേഹം വേണം. ആ സ്നേഹത്തോടു കൂടെ തന്നെയാണ് വചനം പ്രഘോഷിക്കേണ്ടത്. വീണ്ടും ആത്മാക്കളെ നേടാനുള്ള, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള ഒരു ജ്വലിക്കുന്ന സ്നേഹം. വിശുദ്ധ കൊച്ചുറേസിക്കൊക്കെ ഉണ്ടായിരുന്ന സ്നേഹം അതാണ്, ആത്മാക്കളെ നേടാനുള്ള സ്നേഹം. ആത്മാക്കളെ നേടാമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നേടലാണ്. എൻ്റെ ഗ്ലോറിയോ എൻ്റെ മഹത്വമോ എൻ്റെ ശുശ്രൂഷയോ ഒന്നുമല്ല. അൾട്ടിമേറ്റ്ലി ഈശോയ്ക്കാണ് മഹത്വം, ഈശോയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു എളിയ വേലക്കാരൻ, എളിയ ദാസൻ, പ്രയോജനമില്ലാത്ത ഒരു ദാസനെ പോലെ നിന്നു കൊടുക്കേണ്ട വചനപ്രഘോഷണം. വീണ്ടും അൾട്ടിമേറ്റ്ലി നമുക്കൊക്കെ വിശുദ്ധിയോടൊരു കമ്മിറ്റ്മെൻറ്റ് ടു ഹോളിനെസ്, അതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. വചനം പറയുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഒരു സാക്ഷ്യ ജീവിതം കൂടി എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് വളരെ ഫലവത്തായിട്ട് മാറുന്നു. വലിയ ശക്തി അതിലൂടെ പുറപ്പെടുന്നു.